നിലമ്പൂർ അദ്ദേഹത്തിൻ്റെ ഹോം ഗ്രൗണ്ടാണ്. ഹോം ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു ശക്തി പ്രകടനമായി തന്നെ മാറണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു രാഷ്ട്രീയ പരിപാടിയാണ്. ഇവിടെ മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു പരിപാടിയാണ്. ആ ആക്ഷൻ കമ്മിറ്റിയെക്കുറിച്ച് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ആക്ഷൻ കമ്മിറ്റിക്ക് ബലം നൽകുന്ന തരത്തിൽ ADGP MR അജിത് കുമാർ ഈ കാര്യത്തിൽ ഇടപെട്ടതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി ആദ്യം പരാമർശിക്കുകയും അതിനൊരു കൂടുതൽ ജനകീയമായ ശ്രദ്ധയും മാധ്യമ ശ്രദ്ധയും കിട്ടുന്നത് PV അൻവറിൻ്റെ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ്. അക്കാര്യത്തിൽ അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തമായി വിശദമായി കാര്യങ്ങൾ വെളിപ്പെടുത്താനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആ ആൾക്കൂട്ടം കേൾക്കാൻ ആഗ്രഹിച്ചത് ഒന്ന്, മാമി തിരോധാനത്തിൽ ADGP MR അജിത് കുമാറും പോലീസും എങ്ങനെയാണ് ഒരു അട്ടിമറിക്ക് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, സ്വാഭാവികമായിട്ടും ഈ വെളിപ്പെടുത്തലുകൾ തുടരെ ഉണ്ടാവുകയും CPM കേന്ദ്രങ്ങളിൽ നിന്ന് ഇടതു മുന്നണിയിൽ നിന്ന് അൻവർ പുറത്താവുകയും ചെയ്തതിനു ശേഷം അൻവർ പറയുന്നത് കേൾക്കാൻ ഒരാൾക്കൂട്ടമുണ്ട്. അത് കോൺഗ്രസ്സുകാരും ലീഗുകാരും CPM-നെ തന്നെ ഈ ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം നിൽക്കുന്നവരൊക്കെ ആയിട്ടുള്ള ആളുകൾ ഈ ആൾക്കൂട്ടത്തിനൊപ്പം ചേരുകയും ഈ മാമി കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് ജനകീയമായി മാറാനും ഈ കേസിൽ കൂടുതൽ ഊർജിതമായി അന്വേഷണം നടക്കാനും സഹായിക്കും. ഒപ്പം PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഓരോ ഇടത്തും കിട്ടുന്ന രാഷ്ട്രീയമായ പിന്തുണ, വ്യക്തിപരമായി അദ്ദേഹം ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തിനും അദ്ദേഹത്തിൻ്റെ വാക്കിനും കിട്ടുന്ന പിന്തുണ അത് കോഴിക്കോട്ടും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോഴിക്കോട് മുതലക്കുളം മൈതാനം എന്ന് പറയുന്നത് ഇവിടെ വലിയ രാഷ്ട്രീയ പാർട്ടികൾ സമ്മേളനം നടത്തുന്ന സ്ഥലങ്ങളാണ്, വലിയ സാമുദായിക സംഘടനകൾ സമ്മേളനം നടത്തുന്ന സ്ഥലമാണ്. അത്തരത്തിൽ സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ കരുത്ത് കാട്ടുന്ന, അവരുടെ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്ന ഒരു സ്ഥലത്ത് കേവലം കോഴിക്കോട്ടെ ഒരു വ്യക്തിയുടെ മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റി ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുമ്പോൾ അവിടെ ആളുകൾ കൂടുക എന്നുള്ളത് അത് PV അൻവറിനെ കേൾക്കാനുള്ള ഒരു ആൾക്കൂട്ടം കൂടിയായി മാറുന്നുണ്ട്. അങ്ങനെ PV അൻവർ നിരന്തരമായി സമ്മേളനങ്ങൾ ഇന്നലെ PV അൻവർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ഞാനായിട്ട് പാർട്ടി രൂപീകരിക്കുന്നില്ല, ജനം പാർട്ടി ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. കഴിഞ്ഞ ഈ PV അൻവർ CPM-ൽ നിന്ന് പൂർണ്ണമായും ബന്ധം CPM വിച്ഛേദിച്ചതിന് ശേഷം മറ്റ് കക്ഷികളിൽ നിന്നും ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നൊക്കെ പ്രതികരണം അറിഞ്ഞപ്പോൾ ആദ്യഘട്ടത്തിൽ MM ഹസൻ ആയാലും കുഞ്ഞാലിക്കുട്ടിയായാലും അത് തള്ളി പറയുകയാണല്ലോ ചെയ്തത്. പക്ഷേ ഇന്ന് പ്രതികരണത്തിൻ്റെ സ്വഭാവം മാറിയിട്ടില്ല. ഇന്ന് PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിലായാലും VD സതീശൻ ഇതാദ്യമായി അതിലൊരു തുറന്ന സമീപനത്തിലേക്ക് വരികയും ചെയ്യുന്നു. അത് ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട കാര്യമല്ല, ഈ കേസുകളുടെ കാര്യത്തിൽ അൻവറിനെ പിന്തുണയ്ക്കുന്നു എന്ന് തോന്നിക്കുന്ന ഒരു പ്രതികരണവും VD സതീശൻ്റെ ഭാഗത്തും വരുന്നു. അങ്ങനെ കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും ഒരു തുറന്ന സമീപനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സമസ്തയിൽ നിന്നുള്ള നിലപാട് അറിയേണ്ടതുണ്ട്. ഈ ഘട്ടത്തിലാണ് അൻവറിനെ പൂർണ്ണമായി ഒരു മത തീവ്രവാദിയാക്കി ചിത്രീകരിക്കാനുള്ള അപ്പുറത്തെ ശ്രമം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും അൻവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തിന് കൂടുതൽ സ്വീകാര്യത കിട്ടുന്നുണ്ട്. കാരണം UDF-ന്റെ കൺവീനർ MM ഹസൻ ചാടിക്കേറി ഒരു അഭിപ്രായം പറഞ്ഞു എന്ന രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഈ കാര്യത്തെ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് VD സതീശനെ സംബന്ധിച്ചിടത്തോളം, K സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അൻവർ പറയുന്നത് കേൾക്കട്ടെ, വരട്ടെ, കാണാം എന്ന മട്ടിലായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ MM ഹസൻ പെട്ടെന്ന് കയറി അങ്ങനെ PV അൻവറിനെ സ്വീകരിക്കില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയാണ്. അതൊരു ചാടിക്കേറി ഉണ്ടായ ഒരു അഭിപ്രായ പ്രകടനമായിട്ട് മാത്രമേ KPCC-യും UDF-ഉം ഇപ്പോൾ കരുതുന്നുള്ളൂ. PV അൻവർ പറയുന്നത് സാവകാശം കേൾക്കാം. കഴിഞ്ഞ ദിവസം അളകാപുരിയിൽ VD സതീശൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത്, PV അൻവർ പറയുന്ന രാഷ്ട്രീയത്തിന്, PV അൻവർ പറയുന്ന ആരോപണങ്ങൾക്ക് ഞങ്ങളുടെ പിന്തുണയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയമായൊരു പിന്തുണ നൽകുമ്പോൾ വ്യക്തിപരമായി PV അൻവറിനെ അങ്ങനെ മാറ്റി നിർത്താൻ വേണ്ടി ഇനി ഭാവിയിൽ അദ്ദേഹത്തിന് സാധിക്കില്ല എന്നുള്ളത്. മറ്റൊരു കാര്യം, PV അൻവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തിന് ഒരു സാമുദായിക നിറം നൽകാൻ CPM ശ്രമിക്കുമ്പോൾ അതിനെ സാമുദായിക സംഘടനകളായിട്ടുള്ള AP വിഭാഗം സുന്നിയും EK വിഭാഗം സുന്നിയും ഒക്കെ ശക്തിയുക്തം എതിർക്കുന്നുണ്ട്. മലപ്പുറത്തിന് സ്വർണ്ണക്കടത്തിൻ്റെ ഒരു ജില്ലയായിട്ടും ഒരു സമുദായത്തെ സ്വർണ്ണക്കടത്തിൻ്റെ സമുദായമായിട്ടൊക്കെ ചിത്രീകരിക്കുന്നതിനെതിരെ സാമുദായിക സംഘടനകൾ രംഗത്ത് വരുന്നു. ഇന്ന് കോഴിക്കോട്ടങ്ങാടിയിൽ മുതലക്കുളത്ത് PV അൻവർ പ്രസംഗിക്കുമ്പോഴും ആ പ്രസംഗത്തിൽ PV അൻവർ പറയുന്നു, ഒരു സമുദായത്തെ സ്വർണ്ണക്കടത്തിൻ്റെ സമുദായമായി ചിത്രീകരിക്കുന്നത് വലിയ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ളതാണ്. ആ പ്രത്യാഘാതം PV അൻവർ പ്രസംഗിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളാണ് ഈ ആൾക്കൂട്ടമെന്ന് പാലോളി മുഹമ്മദ് കുട്ടി പറയുമ്പോൾ മറുപുറത്ത് AP വിഭാഗം സുന്നികൾ, കാന്തപുരത്തിൻ്റെ വിഭാഗം PV അൻവറിന് പിന്തുണയുമായിട്ട് വരുന്നുണ്ട്. PV അൻവറിന് പ്രത്യക്ഷ പിന്തുണയല്ലെങ്കിൽ കൂടി മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ അവർ രംഗത്തെത്തുന്നുണ്ട്. EK വിഭാഗം സുന്നി അവരുടെ യുവജന പ്രസ്ഥാനങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ അപലപിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മലപ്പുറത്തിൻ്റെ മണ്ണിൽ PV അൻവർ പറയുന്ന രാഷ്ട്രീയത്തിനൊരു പിന്തുണ പതുക്കെ ഉണ്ടാകുമ്പോൾ ആ പിന്തുണയെയും ആ രാഷ്ട്രീയത്തെയും മാറ്റി നിർത്താൻ UDF-ന് സാധിക്കും.
സാധിക്കില്ല. പതുക്കെ UDFന്റെ കൂടാരത്തിലേക്ക് PV അൻവർ കൂടണയുമെന്നുള്ളതാണ്. അത് ഒരു സ്വതന്ത്ര MLA പരിവേഷത്തോടു കൂടി ഒരു സ്വതന്ത്ര വ്യക്തിയായിട്ടാണോ അല്ലെങ്കിൽ PV അൻവർ ഉദ്ദേശിക്കുന്ന മട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ആയിട്ടാണോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതിന് KT ജലീലിന്റെയും നിയാസ് പുളിക്കലത്തിന്റെയും പോലുള്ള ആളുകളുടെ നിലപാട് ഭാവിയിൽ എന്തായിരിക്കും എന്നുകൂടി അറിയേണ്ടതുണ്ട്. നിലവിലൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകാൻ സാങ്കേതികമായി അൻവറിന് സാധിക്കില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഈ CPMന്റെ മലബാർ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ മലബാറിൽ ന്യൂനപക്ഷത്തെ കൂടെ കൂട്ടാനുള്ള ശ്രമങ്ങൾക്ക് അതൊരു വലിയ തിരിച്ചടിയാവാണല്ലോ ഉണ്ണി ബാലകൃഷ്ണൻ. ഇപ്പോൾ ഇനി ഇപ്പോൾ അൻവറിനെ പൂർണ്ണമായി തള്ളുമ്പോൾ, അൻവർ പറഞ്ഞതിനെ പൂർണ്ണമായി തള്ളുമ്പോൾ അൻവറിന് കിട്ടുന്ന പിന്തുണ എന്നുള്ളത് CPM അനുഭാവികളിൽ നിന്ന്, അതോടൊപ്പം തന്നെ കോൺഗ്രസ് ലീഗ് അനുഭാവികളിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നമാണ് എന്ന രൂപത്തിൽ തന്നെ അവർ അത് എടുക്കുകയാണ്. അൻവർ പറയുന്നതിനെ പൂർണ്ണ അർത്ഥത്തിൽ അംഗീകരിച്ചുകൊണ്ട് എടുക്കുന്നു എന്നുള്ളത് CPMനെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണല്ലോ ഉണ്ണി ബാലകൃഷ്ണൻ. നമുക്ക് അതിലേക്കാണ് ഇനി കടക്കേണ്ടതെന്ന് തോന്നുന്നു.